വിശ്വാസം. കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ വൻകൃപയെ കിടണേ. ഭിന്നത വിദ്വേഷം ഇല്ലാതെ ജീവിപ്പാൻ നൽവരം നൽകിടണേ. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഇന്നാലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരായിന്നു മണ്ണിൽ. എന്നാലു സാധു ഞാൻ സന്നിധി നിന്നതു പൊന്നേശുവേ കൃപയാ. നിർത്തിയതാണെന്നെ നിന്നതല്ല ഞാൻ എത്ര സ്തുതിച്ചിടണം. നിന്ന പരിഹാസം ഏറെ സഹിച്ചു ഞാൻ എത്ര നാൾ കാത്തിടണം. ഒന്നിക്കുമൊരു നാൾ സ്വർഗകൂടാരത്തിൽ വന്നിക്കും ഞാനെന്നാളിൽ. എന്നിനി പ്രിയന്റെ പൊന്മുഖം കാണും ഞാൻ എന്നാശയേറിടുന്നേ. വിശുദ്ധ വേദഭാഗം 35-ാം സങ്കീർത്തനം 1 മുതലുള്ള ചില തിരുവചനങ്ങൾ. യഹോവേ, എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരോട് പൊരുതേണമേ. നീ പലകയും പരിചയും പിടിച്ച് എനിക്ക് സഹായത്തിനായി എഴുന്നേൽക്കണമേ. നീ കുന്തം ഊരി എന്നെ പിന്തുടരുന്നവരുടെ വഴി അടച്ചു കളയണമേ. ഞാൻ നിന്റെ രക്ഷയാകുന്നു എന്ന് എൻ്റെ പ്രാണനോട് പറയണമേ. എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജയും അപമാനവും വരട്ടെ. എനിക്ക് അനർത്ഥം ചിന്തിക്കുന്നവർ പിന്തിരിഞ്ഞ് നാണിച്ചു പോകട്ടെ. അവർ കാറ്റിന് മുന്നിലെ പത പോലെ ആകട്ടെ. യഹോവയുടെ ദൂതൻ അവരെ ഓടിക്കട്ടെ. അവരുടെ വഴി ഇരുട്ടും വഴുവഴുപ്പും ആകട്ടെ. യഹോവയുടെ ദൂതൻ അവരെ പിന്തുടരട്ടെ. കാരണം കൂടാതെ അവർ എനിക്കായി വല ഒളിച്ചു വെച്ചു. കാരണം കൂടാതെ അവർ എൻ്റെ പ്രാണനായി കുഴി കുഴിച്ചിരിക്കുന്നു. അവൻ വിചാരിയാതെ അവന് അപായം ഭവിക്കട്ടെ. അവൻ ഒളിച്ചു വെച്ച വലയിൽ അവൻ തന്നെ കുടുങ്ങട്ടെ. അവൻ അപായത്തിൽ അകപ്പെട്ടു പോകട്ടെ. എൻ്റെ ഉള്ളം യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയിൽ സന്തോഷിക്കും. ഭഗവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി ഒരു പ്രഭാതം കൂടി കാണുവാൻ ആയുസിൻ്റെ ഒരു ദിനം കൂടി നീട്ടിത്തന്ന ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ ഹല്ലേലൂയ. ഈ വർഷത്തിൻ്റെ ആരംഭം കണ്ട അടിയങ്ങൾക്ക് ഈ വർഷത്തിൻ്റെ അവസാന ദിവസവും കാണുവാൻ തക്കോണം കർത്താവ് തന്ന അങ്ങയുടെ സ്നേഹത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ചെയ്ത സകല നന്മകൾക്ക് നന്ദി അല്ലാതെ മറ്റൊന്നും പറയുവാനില്ല കർത്താവേ. അടിയങ്ങൾ നിന്നതല്ല, എൻ്റെ യേശു കർത്താവ് അടിയങ്ങളെ നിർത്തിയതാണ്. നേടിയതല്ല, എൻ്റെ കർത്താവ് സകലവും തന്നത് മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉള്ളൂ. അങ്ങ് ചെയ്ത സകല നന്മകൾക്ക് നന്ദി പറയുന്നു. അപ്പാ ഹല്ലേലൂയ. ഇത്രത്തോളം അടിയങ്ങളെ സഹായിച്ചതിനായി നന്ദി പറയുന്നു കർത്താവേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും സന്തോഷവും സൗഖ്യവും സമാധാനവും നൽകി അവരുടെ വിഷയങ്ങൾക്കെല്ലാം മറുപടി നൽകി നിത്യജീവന്റെ വഴിയിലേക്ക് ഒരുങ്ങുവാൻ അങ്ങ് സഹായിക്കണം. പ്രത്യേക കുടുംബ സമാധാനം ഇല്ലാത്ത പ്രിയപ്പെട്ടവർക്ക് സമാധാനം നൽകണമേ. യേശു കർത്താവ് പറഞ്ഞല്ലോ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല എന്നരുളി ചെയ്ത യേശു കർത്താവിൻ്റെ സ്നേഹവും സമാധാനവും കുടുംബങ്ങളിലെ എല്ലാ വ്യക്തികളിലും നിറയപ്പെടുവാൻ അങ്ങ് സഹായിക്കണം. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട സകല നന്മയും ഹല്ലേലൂയ 7 മടങ്ങായി പിശാച് കവർന്നെടുത്തതെല്ലാം മടക്കി കിട്ടുവാൻ അങ്ങ് സഹായിക്കണമേ.
കുടുംബജീവിതങ്ങൾ ലഭിക്കേണ്ട സന്തോഷവും സൗഖ്യവും സമാധാനവും പിശാച് കവർന്നതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ അത് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ, ആമേൻ. സാമ്പത്തിക നന്മകൾ ഞങ്ങളുടെ കുടുംബവും തലമുറകളും അനുഭവിക്കേണ്ടതായ സാമ്പത്തിക നന്മകൾ പിശാച് പല വഴിക്കായി ചിതറിച്ചതായ ഹല്ലേലൂയ നന്മകളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. കുടുംബജീവിതങ്ങളിലെ ഐക്യതകൾ നഷ്ടപ്പെടുത്തി ഹല്ലേലൂയ ആമേൻ 4 വഴിക്കായി ചിതറിച്ച് കളഞ്ഞ ഹല്ലേലൂയ എല്ലാ കുടുംബത്തിൻ്റെ സമാധാന ഐക്യത യേശുവിൻ്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. ആമേൻ. കുടുംബങ്ങളിൽ മദ്യത്തിന് മയക്കുമരുന്നിനും അടിമപ്പെട്ട് പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് പലവിധ പാപപ്രവൃത്തികളിൽ അകപ്പെടുത്തി കുടുംബജീവിതങ്ങളെ ഭിന്നിപ്പിച്ചിരിക്കുന്ന ദുഷ്ടന്റെ പോരുകൾ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായി അഴിഞ്ഞു മാറിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടി ബന്ധിച്ച് നാളുകളിൽ മുന്നേറുവാൻ ആവശ്യമായ ദൈവകൃപ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തിയാൽ സകല വ്യക്തികളെയും നിറയ്ക്കണമപ്പ. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവ്, ഞങ്ങൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമപ്പ. പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് പലവിധ പാപങ്ങളാൽ വന്നുപോയ സകല രോഗങ്ങൾ ക്ഷമിക്കണമപ്പ. അല്ല, ദൈവപ്രവൃത്തി വെളിപ്പെടുവാനായി കടന്നു വന്ന രോഗങ്ങളാണെങ്കിൽ ഈ രോഗം മരണത്തിനായിട്ടല്ല, ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ അത്രയെന്നുള്ള ദൈവത്തിൻ്റെ വചനം പോലെ അങ്ങയുടെ പൊന്നുനാമം മഹത്വപ്പെടുവാൻ ഒരത്ഭുത സാക്ഷികളായി പുറത്തു വരുവാൻ തക്കവണ്ണം എല്ലാവർക്കും സൗഖ്യം, വിടുതൽ, സമാധാനം നൽകണമപ്പ. ഹല്ലേലൂയ. എത്ര വേഗ രോഗി സൗഖ്യമായ അത്ഭുത സാക്ഷികൾ കേൾക്കുവാൻ ദൈവം സഹായിക്കണം. കർത്താവെ, സാമ്പത്തിക ബുദ്ധിമുട്ട് ഞെരുക്കത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കണമപ്പ. കർത്താവെ, ബുദ്ധിമോശങ്ങൾ കൊണ്ട് വന്നുപോയതാണപ്പ. സകല കുറവുകളും ദൈവം ക്ഷമിക്കണം. ദൈവത്തോട് ചോദിക്കാതെ, ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ ഞങ്ങളുടെ സ്വന്തം ബുദ്ധിയിലും ആലോചനയിലും ഞങ്ങൾ ചെയ്ത് കടക്കണിയിൽ അകപ്പെട്ടിരിക്കുന്ന അവസ്ഥകളുണ്ട് നാഥ. കർത്താവ് ശരിയായ ബുദ്ധിശക്തി ഹല്ലേലൂയ ദൈവിക പരിജ്ഞാനം നൽകണമപ്പ. നല്ലത് തീയത് തിരിച്ചറിയുവാനുള്ള ഹല്ലേലൂയ ദൈവിക പരിജ്ഞാനത്താൽ അങ്ങ് നിറയ്ക്കണം കർത്താവ്. ബുദ്ധിയോടെ കർത്താവിനോട് ചോദിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ ആവശ്യമായ ദൈവിക ജ്ഞാനം അങ്ങ് നൽകണമപ്പ. ഹല്ലേലൂയ. സ്തോത്ര കർത്താവേ. ഹല്ലേലൂയ. സാമ്പത്തികം ഞങ്ങളിൽ നിന്ന് കടങ്ങൾ വാങ്ങിയിട്ട് തിരിച്ചു തരാതെ വേണം ആയിരിക്കുന്ന അനേക വ്യക്തി ജീവിതങ്ങളുണ്ട് കർത്താവ്. കൊടുക്കേണ്ട വ്യക്തി ജീവിതങ്ങൾ ഇതിനകത്തുണ്ട് കർത്താവ്. കൊടുക്കേണ്ടവർക്ക് കൊടുക്കുവാനും തിരിച്ചു കിട്ടേണ്ടവർക്ക് കിട്ടുവാനും ആവശ്യമായ ഹല്ലേലൂയ ആമേൻ ദൈവ സാന്നിധ്യം ഓരോ മക്കളിലും പകരണം കർത്താവെ. കിട്ടേണ്ടതൊന്നും നഷ്ടമായി തീരാതെ സ്വർഗത്തിലെ ദൈവം അടയ്ക്ക് നൽകുന്ന ദൈവമായിരിക്കാം. അത് ദൈവനാമ മഹത്വത്തിന് പുകഴ്ചയ്ക്കുമായി ഞങ്ങൾക്ക് ചെലവഴിക്കുവാനുള്ളത് അങ്ങനെ ചെയ്യുവാൻ, കുടുംബത്തിന് ചെലവഴിക്കേണ്ടത് അങ്ങനെ ചെയ്യുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ശരിയായ രീതിയിൽ ബുദ്ധിയും പരിജ്ഞാനങ്ങൾ നൽകണം കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, കുടുംബങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾ, രക്ഷിക്കപ്പെടേണ്ട വ്യക്തി ജീവിതങ്ങൾ ഹല്ലേലൂയ കുടുംബമായി യേശുഭക്തൻ പറഞ്ഞ പ്രകാരം ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കുന്ന വചനം പോലെ കർത്താവെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും കുടുംബമായി രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി നിത്യജീവന്റെ വഴിയിലേക്ക് തിരിയുവാനെന്ന് സഹായിക്കണമപ്പ. മാനസാന്തരപ്പെടേണ്ടവർ മാനസാന്തരപ്പെടുവാൻ, ക്രിസ്തുവിനോട് ചേരേണ്ടവർ കർത്താവ് കാണിച്ച മാതൃക പ്രകാരം ഹല്ലേലൂയ ആമേൻ വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ജീവ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ട മക്കളായി സത്യ നമസ്കാരികളായി ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൽ അന്യഭാഷയിൽ ആരാധിക്കുന്ന ദൈവജനത്തോട് ചേർന്ന് ആരാധിക്കുന്നവരായി തീരുവാനായിട്ട് സഹായിക്കണം കർത്താവേ. ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമപ്പ. കുടുംബമായി ദൈവത്തെ ആരാധിക്കാൻ കഴിയാതെ വണ്ണം പിശാച് കർത്താവെ കുടുംബങ്ങളിലെ വ്യക്തികളിലൂടെ ഇടപെട്ട് കടന്നു പോകാൻ കഴിയാതെ ഭാരത്തോടെ ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുണ്ടല്ലോ അപ്പാ. ഈ പുതിയ വർഷത്തിൻ്റെ ആരംഭം മുതൽ തന്നെ ഒരാരാധനയും മുടങ്ങാതെ സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലെ സത്യത്തിലും ആരാധിക്കുന്ന എന്ന ദൈവത്തിൻ്റെ വചനം പോലെ കർത്താവെ കുടുംബമായി ദൈവത്തെ ആരാധിപ്പാറുള്ള മകൾ എല്ലാ മക്കൾക്കും അങ്ങ് നൽകണം അപ്പാ. കുടുംബജീവിതങ്ങൾക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അതിനുള്ള വഴികൾ തുറന്നു കൊടുക്കണം കർത്താവെ. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ അപ്പാ. കഴിഞ്ഞ നാളുകളിൽ ഹല്ലേലൂയ ദൈവം തന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തി ലോകത്തിൻ്റെതായ ജോലി കാര്യങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ഓരോന്ന് ചെയ്ത് ബുദ്ധിയില്ലാതെ പരിജ്ഞാനമില്ലാതെ ഹല്ലേലൂയ കഷ്ടങ്ങളിലും അനർത്ഥങ്ങളിലും അകപ്പെട്ട് യോനയോട് ഹല്ലേലൂയ
നിനവയിൽ പോയി അവരുടെ ദുഷ്ടത പെരുകിയിരിക്കുന്നു എന്നും ഹല്ലേലൂയ ആ ദേശത്തെ ദൈവം നശിപ്പിക്കുമെന്ന് ഹല്ലേലൂയ നിനവയ്ക്കെതിരായി പ്രസംഗിക്കുവാൻ പറഞ്ഞപ്പോൾ നിനവയിലേക്ക് പോകേണ്ടതായ യോന ഹല്ലേലൂയ സ്വന്തം ഇഷ്ടപ്രകാരം തർശീസിലേക്ക് കപ്പൽ കയറിയപ്പോൾ ഹല്ലേലൂയ ആ യോനയുടെ അനുസരണക്കേട് കാരണം ആ യോനയ്ക്ക് മാത്രമല്ല കപ്പലിലുള്ള സകല സാധനങ്ങളും നഷ്ടപ്പെടുവാൻ, കടലിൽ എറിയുവാൻ ഹല്ലേലൂയ ആമേൻ എല്ലാവർക്കും അത് നാശമായി തീർന്നല്ലോ കർത്താവേ. എന്നാൽ ഞങ്ങൾ യോനയെ പോലെ അനുസരണം കെട്ടവരായി തീരാതെ ദൈവത്തെ അനുസരിക്കുന്നവരായി ദൈവശബ്ദം കേട്ടുകൊണ്ട് ദൈവം പറയുന്നത് കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോകുവാൻ, ദൈവ ഇഷ്ടം ചെയ്യുന്നവരായി മനം തിരിഞ്ഞ് മാനസാന്തരപ്പെടുവാൻ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം പഠിക്കുന്നത് പോലെ നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ആദ്യ പ്രവൃത്തിയിലേക്ക് മടങ്ങി വരുവാൻ അരുളി ചെയ്ത കർത്താവേ, അപ്പാ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സകലരും മടങ്ങി വരുവാൻ ദൈവം സഹായിക്കണം. പുതിയ വർഷത്തിൽ കർത്താവേ പുതിയ പുതിയ കൃപകൾ പ്രാപിച്ചുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ പ്രാപിച്ച കൃപകൾ കുഴിച്ചിട്ടിരിക്കുന്ന അവസ്ഥകളിൽ നിന്നെല്ലാം വ്യത്യാസമായി അപ്പാ 2 താലന്തും 5 താലന്ത് കിട്ടിയവൻ 2 കൂടെയും 5 കൂടെയും നേടിയതുപോലെ ഹല്ലേലൂയ നല്ല ദാസനെ എന്നുള്ള വിളിക്കോഹരിക്കാരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. കിട്ടിയവൻ കുഴിച്ചിട്ടപ്പോൾ ഹല്ലേലൂയ ദുഷ്ടദാസനെ എന്ന് അവനെ കയ്യും കാലും കെട്ടി പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയാൻ അരുളി ചെയ്തല്ലോ കർത്താവ്. ഞങ്ങൾ അപ്രകാരം ഹല്ലേലൂയ ഇരുട്ടിൽ തള്ളപ്പെടുവാൻ ഇടയാകാതെ നല്ല ദാസനെ എന്നുള്ള വിളിക്കോഹരിക്കാരായി തീരുവാൻ ദൈവം സഹായിക്കണം. ആ 1 താലന്ത് കിട്ടിയവനോട് നീ 1 താലന്ത് കുഴിച്ചിടാതെ അത് വാണിപ്പക്കാരെ ഏൽപ്പിച്ചിരുന്നു എങ്കിൽ പലിശ സഹിതം അത് മടക്കി വാങ്ങുമായിരുന്നല്ലോ എന്ന് ചോദിച്ചതുപോലെ ഞങ്ങൾക്ക് ദൈവം തന്ന പ്രാർത്ഥിപ്പാനുള്ള കൃപ, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനുള്ള കൃപ, സാക്ഷ്യങ്ങൾ പറയുവാനുള്ള കൃപ, ദൈവത്തിൻ്റെ വചനങ്ങൾ അറിയിക്കുവാനുള്ള കൃപ, പാട്ട് പാടുവാൻ തന്ന കൃപ, ഇതൊക്കെയും ഹല്ലേലൂയ ദൈവം തന്ന താലന്ത് കുഴിച്ചിട്ട അവസ്ഥകളുണ്ട് കർത്താവേ. എന്നാൽ അതൊക്കെയും തിരിച്ചെടുത്ത് ഹല്ലേലൂയ ആമേൻ അത് വ്യാപാരം ചെയ്യുവാൻ നല്ല ദാസനെ എന്നുള്ള വിളിക്കോഹരിക്കാരായി തീരുവാൻ കൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം സഹായിക്കണം. പുതിയ നാളുകളിൽ ഈ സന്തോഷത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിത്യജീവന്റെ വഴിയിലേക്ക് യാത്ര ചെയ്യുന്നവരായി യേശുവിൻ്റെ ശബ്ദം കേൾപ്പാൻ തക്കണം, കാതുകളെ ശുദ്ധീകരിക്കണം, സ്വർഗീയ ദർശനങ്ങൾ കാണുവാൻ തക്കണം, ഞങ്ങളുടെ ഹൃദയദൃഷ്ടിയെ ഒന്ന് പ്രകാശിപ്പിക്കണം കർത്താവ്. ഞങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ അങ്ങ് സഹായിക്കണം. ഞങ്ങളുടെ വാക്കുകൾ മുഖാന്തരം ആരുടെ എല്ലാ ഹൃദയങ്ങൾ മുറിവുകൾ വന്നിട്ടുണ്ടോ അതെല്ലാം വാസ്തവമാകെ ക്ഷമിച്ച് പരിശുദ്ധാത്മാവാകുന്ന എണ്ണയും വീഞ്ഞു പകർന്ന് പഴയ കല്ലായുള്ള ഹൃദയത്തെ മാറ്റി യേശു വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിയന്ത്രിച്ച് നടത്തപ്പെടുന്ന മാംസളമായ ഹൃദയമായി തീരുവാൻ കുടുംബങ്ങളിലെ എല്ലാ വ്യക്തികളെയും ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെ അനുഗ്രഹിക്കും. ഈ ഒരു അനുഗ്രഹമായിരിക്കും നല്ല ചെയ്ത കർത്താവ്. സ്വർഗത്തിലെ ഭൂമിയിലെ സകല ആത്മീയാനുഗ്രഹത്താലും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണപ്പാ. തുടർന്നുള്ള നാളുകൾ സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ തക്കവണ്ണം ദൈവം സഹായിക്കും. പ്രാർത്ഥനയിൽ ഒത്തിരിപ്പാൻ, മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ, ജാഗരിച്ച് പ്രാർത്ഥിപ്പാൻ, ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ, പോരാടി പ്രാർത്ഥിപ്പാനുള്ള ദൈവകൃപ അങ്ങ് പാർന്നു തരണപ്പാ. അനുഗ്രഹിക്കും. ആനിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കും, കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ആൾ. യേശുവിൻ്റെ സമാധാന സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ.